നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയെങ്കിലും സമാധാനം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സംഘർഷം ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിനാശകരവുമായ ഒന്നായി മാറിയിരുന്നു. കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറം ലോകക്രമത്തെ തന്നെ പുനർനിർവചിക്കാനുള്ള ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി 2 പക്ഷവും കടുത്ത പോരാട്ടം തുടരുന്നു എങ്കിലും സമീപകാലത്തെ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം ഒരു നിർണായക വഴിത്തിരിവിലെന്നാണ്. റഷ്യൻ സൈന്യം യുദ്ധമേഖലയിൽ മുന്നേറ്റം തുടരുകയും റഷ്യയും ഉക്രൈനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യക്കാർ 2026 കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സമീപിക്കുന്നത്. റഷ്യൻ സൈന്യം ഉക്രൈനിൽ മുന്നേറുന്നതും അമേരിക്കയുടെ ധനസഹായ നിലപാടിലെ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നതും സമാധാന ചർച്ചകളിലേക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഘടകമായി കണക്കാക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലേക്കുള്ള വഴികൾ 2025-26 കാലയളവിൽ കൂടുതൽ തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാന കരാറിന് പിന്നാലെ റഷ്യയെ കാത്തിരിക്കുന്നത് വലിയ പുനർനിർമ്മാണ ചുമതലയാണ്. സൈനികരെ സാധാരണ ജീവിതത്തിലേക്ക് പുനഃസംയോജിപ്പിക്കൽ മുതൽ ഉക്രൈനിലെ റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങളുടെ പുനർവികസനം വരെയുള്ള ഘട്ടങ്ങൾ സർക്കാർ മുൻഗണന നൽകേണ്ട മേഖലയായിരിക്കുകയാണ്. യുദ്ധത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രതിഫലനങ്ങൾ നിയന്ത്രിക്കാൻ ഈ നടപടികൾ നിർണായകമാകും. എന്നാൽ ഒരു യാഥാർത്ഥ്യം കൂടി അവഗണിക്കാൻ സാധിക്കില്ല. എങ്കിലും സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ ലെവാഡ സെന്ററിന്റെ പഠനം 2/3 റഷ്യക്കാർ സമാധാന ചർച്ചകൾ പിന്തുണയ്ക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. 2022 യുദ്ധാരംഭത്തിന് ശേഷം ഉയർന്നതുമായ ജനപിന്തുണ നിലയിലാണ്. അതായത് ഫ്ലോറിഡയിലെ അമേരിക്കൻ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചില നിലപാടുകളിലേക്ക് ഉക്രൈൻ മാറുന്നതായാണ് സെലൻസ്കിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നും ഭാഗികമായി പിന്മാറ്റം പരിഗണിക്കാൻ തയ്യാറാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ സമാധാന ചർച്ചകൾക്ക് പുതിയ ഒരു തലം കൂടി നൽകുന്നുണ്ട്. സംഘർഷം ഒഴിവാക്കാനായി ചില പ്രദേശങ്ങളെ സൈനിക രഹിത മേഖലകളാക്കി മാറ്റുക എന്ന നിർദ്ദേശം പ്രായോഗികമായ ഒരു നീക്കമായി കാണാവുന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും തുടർച്ചയായി വളർച്ചയുണ്ട്. റഷ്യൻ സമൂഹത്തിൽ പ്രതീക്ഷയുടെ കണികകൾ തെളിയുമ്പോൾ ഉക്രൈൻ ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിൽ പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക സഹായം കുറയുന്നതും ആ കുറവ് നികത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയാതെ വരുന്നതും സമാധാന ചർച്ചകൾക്ക് വേഗത കൂട്ടിയേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. യുദ്ധം എപ്പോഴാണ് അവസാനിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എങ്കിലും റഷ്യക്കാർ 2026 ഒരു സമാധാനത്തിന്റെ വർഷമായാണ് കണക്കാക്കുന്നത്. യുദ്ധാനന്തര പുനർനിർമ്മാണം, ആളുകളുടെ ജീവിതത്തിലേക്കും സൈനികരുടെ മടങ്ങിവരവ്, രാഷ്ട്രീയ സമവായം, ഈ 3 മേഖലകളിലും മുന്നേറ്റം ഉണ്ടെങ്കിൽ കരാർ യാഥാർത്ഥ്യമാവാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും 2026 യുദ്ധം നിർത്തും, സമാധാനം എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ.